സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ MS ഇർഷാദ് ചേരുന്നുണ്ട് ലൈനിൽ. MS ഇർഷാദ്, ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് താങ്കളടക്കമുള്ളവർ അറിഞ്ഞു കാണും എന്ന് തോന്നുന്നു. ഇത് നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നതും. മുൻപ് പല പദ്ധതികളും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പിന്മാറുന്ന സാഹചര്യം. പക്ഷേ നടപ്പിലാക്കിയ പദ്ധതികളാകട്ടെ അവതാളത്തിലാകുന്ന സ്ഥിതിയാണ്. ഇത് ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഒരു നടപടി തന്നെയല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഈ ജീവാനന്ദ പദ്ധതി? ജീവാനന്ദം പദ്ധതി സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്രൂരാനന്ദം പദ്ധതിയാണ് എന്നുള്ളതാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ അഭിപ്രായം. കാരണം സർക്കാർ ജീവനക്കാരന് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല. ശമ്പളം ഈ സർക്കാരിന്റെ കാലത്ത് മുടങ്ങിക്കഴിഞ്ഞു. 6 ഗഡു DA കുടിശ്ശികയുണ്ട്. 19%, അതായത് ഏകദേശം 1/5 ശമ്പളം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നമുക്ക് കിട്ടിയിട്ടില്ല. 66 മാസത്തെ DA കുടിശ്ശിക നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോഴാണ് പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്കാകട്ടെ പങ്കാളിത്ത പെൻഷന്റെ ഒരു 10% വിഹിതം അവരടയ്ക്കേണ്ടി വരുന്നു. GPF-ലേക്ക് 6% വിഹിതം അടയ്ക്കേണ്ടി വരുന്നു. ശമ്പളത്തിൽ നിന്നും GIS ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക്, അതുപോലെ തന്നെ SLA സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക്, അതുപോലെ തന്നെ ജീവനക്കാരന് ഒരു പ്രയോജനവും ഇതുവരെ കൊടുക്കാത്ത മെഡിസെപ്പ് എന്ന പദ്ധതിയിലേക്ക് ജീവനക്കാരന്റെയും പെൻഷൻകാരന്റെയും 500 രൂപ പ്രതിമാസം ഇങ്ങനെ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു നിശ്ചിത ശതമാനം തുക ഓരോ മാസവും ഈ ആന്വിറ്റി പദ്ധതിയിലേക്ക് മാറ്റിക്കൊണ്ട് ജീവാനന്ദം എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കാനായി സർക്കാർ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തികഞ്ഞ അനീതിയാണ്, തികച്ചും ദ്രോഹകരമാണ്. യഥാർത്ഥത്തിൽ ജീവനക്കാരന് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ 1/5 ശമ്പളം കിട്ടാത്തൊരവസ്ഥ നിലനിൽക്കുമ്പോൾ വീണ്ടും 20% എങ്കിൽ 5/1 ശമ്പളം വീണ്ടും എടുത്തുകൊണ്ട് പോകാൻ, അല്ല 10% എങ്കിൽ 10/1 ശമ്പളം എടുത്തുകൊണ്ട് പോകാനുള്ള സർക്കാരിന്റെ ഭാഗമായിട്ടാണ്. വളരെ നന്ദി ശ്രീ MS ഇർഷാദ് പ്രതികരിച്ചതിലേക്ക്.